ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ഡാറ്റ സ്ട്രക്ചറാണ്, സ്ട്രക്ചറല്ല, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഇവിടെ നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം എഴുതുമ്പോൾ ഒത്തിരി ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം പല ടൈപ്പുള്ള ഡാറ്റ, ഇൻറ്റിജർ ഡാറ്റ ഉപയോഗിക്കാറുണ്ട്, ഫ്ലോട്ട് ഡാറ്റ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതായത് അറ്റോമിക് ആയിട്ട് ആ ഡാറ്റ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. ആ ഡാറ്റ പല ടൈപ്പുള്ള ഡാറ്റ ഉണ്ടാവാറുണ്ട്. ഒരു ടൈപ്പ് ഡാറ്റ എന്ന് പറയുന്നത് അറ്റോമിക് ഡാറ്റയാണ്. അതായത് ഫണ്ടമെൻ്റൽ ഡാറ്റ എന്ന് പറയും. അറ്റോമിക് ഡാറ്റ അല്ലെങ്കിൽ എന്താ പറയുക, ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് അറ്റോമിക് ഡാറ്റ ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പാണത് അഗ്രിഗേറ്റ് ഡാറ്റ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പിനകത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റോമിക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഡാറ്റ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ. അഗ്രിഗേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റഡ് ഡാറ്റ എന്ന് പറയുന്നത് ഗ്രൂപ്പഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഒന്നിലധികം ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് വേരിയബിൾസ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് വേരിയബിൾസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ലാംഗ്വേജ് C പോലെയുള്ള ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഡാറ്റയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം, അല്ലെ? വേരിയബിൾ നമ്മൾ മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഇപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇൻറ്റ് എ, അല്ലേ? അപ്പോൾ ഇൻറ്റിജർ ടൈപ്പായിട്ട് എ എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പാണ്, അല്ലെങ്കിൽ ഫ്ലോട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ ടൈപ്പാണ് നമുക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ ഡബിൾ. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് ആകെ ഒരു സിംഗിൾ സ്റ്റോറേജ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെയാണ് നമുക്ക് ഗ്രൂപ്പഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചു സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ അറക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, സെറ്റ് ഓഫ് എലമെൻസിനെ നമുക്ക് ഒരു അറക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. സിംഗിൾ ടൈപ്പായിട്ടുള്ള അല്ലെങ്കിൽ സെയിം ടൈപ്പായിട്ടുള്ള ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഒരു അറക്കകത്ത് നമുക്ക് എന്ത് ചെയ്യും, ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു. ഒരേപോലെയുള്ള ഡാറ്റയെ, അതായത് ഒരേ ടൈപ്പ്, ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ക്യാർ ആണെങ്കിൽ ക്യാർ, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു അറക്കകത്ത്. അതേപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണ്, കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ്. ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ടൈപ്പാണ്. അറേ എന്ന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ടൈപ്പാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആ ഡാറ്റ, ഇപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇത് ഗ്രൂപ്പഡ് ആണ്. അറേയും അതുപോലെ തന്നെ സ്ട്രക്ചർ എന്താണ്, ഗ്രൂപ്പഡ് ആണ്. സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണ്, ക്യാൻ ബി കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റ, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഈ പറയുന്ന സ്ട്രക്ചറിനകത്ത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഈ ഡാറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് ഡാറ്റയെ കുറിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഈ ഗ്രൂപ്പായിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക. അപ്പോൾ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദം, അതൊക്കെ എന്താണ്, ഡിപ്പെൻഡിങ്, അല്ലെ, ഓരോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള ഡാറ്റയെ നമ്മളെങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു, അതിനെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യുന്നത്, ഈ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു കുറേ ഡാറ്റയെ നമ്മളിങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. ഇവിടെ ഡാറ്റ സ്ട്രക്ചർ പറയുന്നതിന് മുമ്പ് കുറേ കളിപ്പാട്ടങ്ങൾ, അല്ലേ, കളക്ഷൻ ഓഫ് ടോയ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കളക്ഷൻ ഓഫ് ടോയ്സ്. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് പ്ലേറ്റ്. ഓരോ ഗ്രൂപ്പും ഓരോ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. സി ഡി പാക്ക് ഉണ്ട്. പിന്നെ കുട്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. എന്തിനകത്ത് ഈ പറയണ കളിപ്പാട്ടങ്ങൾ ഇട്ടിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. എന്തെങ്കിലും ഓർഡർ ഉണ്ടോ, ഇല്ല. അതങ്ങനെ എല്ലാ കളിപ്പാട്ടങ്ങളും ഒരുമിച്ചിട്ടിരിക്കുന്നു, അല്ലേ? പക്ഷേ ഈ പ്ലേറ്റിനകത്ത് ഒരു പ്രത്യേകത എന്താണ്, നമുക്കിത് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, സീക്വൻസ് ആണ്, അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും, അല്ലേ? വേക്കൻ്റ് ആയുള്ളിടത്ത് മാത്രമേ നമുക്ക് പ്ലേറ്റ് വെക്കാൻ പറ്റുള്ളൂ. സി ഡിയുടെ പ്രത്യേകത എന്താണ്, സി ഡിയുടെ പ്രത്യേകത ഇവിടെ ഈ സി ഡി ഇവിടെ മാത്രം ടോപ്പിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. ഒരു സി ഡി വെച്ചു, അതിൻ്റെ മേലെ അടുത്ത സി ഡി, അങ്ങനെയാണ് വെക്കാൻ പറ്റുക. എടുക്കുന്ന എവിടെ നിന്നാണ്, ഏറ്റവും ടോപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് സി ഡി എന്ത് ചെയ്യാൻ പറ്റൂ, എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ?
ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ബാക്കിലാണ് പോയി നിൽക്കുക, മുന്നിലത്തെ ആളാണ് ആദ്യം പോവുക അല്ലേ? ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓട്ടോ സ്റ്റാൻഡിനകത്ത് ആദ്യം വന്ന ഓട്ടോറിക്ഷ ആദ്യം എന്ത് ചെയ്യും? പോകും. ബാക്കിലാണ് എന്ത് ചെയ്യുക? അടുത്ത ഓട്ടോറിക്ഷ വന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡാറ്റാ സ്ട്രക്ചറിനെ പറയുന്ന പ്രിൻസിപ്പിൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സംവിധാനം. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് കളക്ഷൻ ഓഫ് ടോയ്സ് ആണ്. ആ ടോയ്സ് ആർ ഡംപ്ഡ് ടുഗദർ വിത്ത് എനി സ്പെസിഫിക് ഓർഡർ. ഒരു ഓർഡറും ഇല്ല ആ ഒരു ടോയ്സ് ഇതാക്കിയിട്ടുള്ളത് അല്ലേ? കളക്ഷൻ ഓഫ് പ്ലേറ്റ് ഇൻ സ്റ്റാൻഡ്. ദ പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് ഓൺ വൺ ആഫ്റ്റർ അനദർ അല്ലേ? ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമ്പർ ഓഫ് പ്ലേറ്റ്സ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിനകത്ത് എത്ര സ്പേസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലേറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എവിടെയാണോ പ്ലേറ്റ്, ന്യൂ പ്ലേറ്റ് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുക? ആ വേക്കൻ്റായി കിടക്കുന്ന സ്റ്റാൻഡിനകത്ത് വേക്കൻ്റായി കിടക്കുന്ന പൊസിഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലേറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. സി ഡിയുടെ പ്രത്യേകത എന്താണ്? ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിസ്ക്കാണ് നമുക്ക് അതിനകത്ത് കൊള്ളിക്കാൻ പറ്റുക. പക്ഷേ ആഡ് ചെയ്യുന്നതും അതിനകത്തൊരു സി ഡി ആഡ് ചെയ്യുന്നതും അതിനകത്തുനിന്ന് ഒരു സി ഡി റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നതും എവിടെയാണ്? ടോപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക? ടോപ്പിലാണ് നമ്മൾ സി ഡി ഇടുക അല്ലേ? ടോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സി ഡി നമ്മൾ എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടോപ്പിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സി ഡി റിമൂവ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ക്യൂ പറഞ്ഞാൽ ന്യൂ പേഴ്സൺ, ഒരു പുതിയ പേഴ്സൺ എവിടെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ന്യൂ ഓട്ടോറിക്ഷ എവിടെ വന്ന് നിൽക്കുക? റയർ എൻഡിലാണ്, ഏറ്റവും ബാക്കിലാണ് ഒരാൾ വന്ന് നിൽക്കുക അല്ലേ? ഒരാൾ പോവുക, ലീവ് ചെയ്യുക. എവിടെ നിന്നാണ്? ഏറ്റവും ഫ്രണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുക? ലീവ് ചെയ്യുക. റയർ എൻഡിൽ ആൾ വന്ന് നിൽക്കുകയും പുതിയ ആൾ വന്ന് നിൽക്കുന്ന റയർ എൻഡിലും, അതുപോലെ തന്നെ പുതിയ ഒരാൾ നമ്മൾ ക്യൂന്ന് റിമൂവ് ആയി പോകുന്ന എവിടെ നിന്നാണ്? ഫ്രണ്ട് എൻഡിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു സ്ട്രക്ചറിനെ ഒരു ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് കൺസെപ്റ്റിനകത്ത് പറഞ്ഞുള്ളത് നമ്മുടെ സി ഡിയും അതുപോലെ തന്നെ പ്ലേറ്റും അതുപോലെ തന്നെ ക്യൂവും ഒക്കെ എന്താണ്? ഒരു കളക്ഷൻ, എന്താ പറയുക, ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു സംവിധാനത്തിൽ ഒരു കൺസെപ്റ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ് അല്ലേ? ആ ഫിഗർ പറയുന്നത് എന്താണ്? ഒരു കൺസെപ്റ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കും, ഓരോന്നോരോന്നായി പഠിക്കും. ഓക്കെ. ബാക്കിയുള്ളത് എന്താ പറയുക, ഇത് ഈ പറയുന്ന ടോയ്സ് ഇട്ടിട്ടുള്ളത്, ടോയ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് അല്ല. അതിന് സ്പെസിഫിക് ഓർഡർ ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ പ്ലേറ്റിനകത്ത് എന്തുണ്ട്? സ്പെസിഫിക് ഓർഡർ ഉണ്ട്. ഒന്നിന് ബാക്കിൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുകയാണ് അല്ലേ? അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സി ഡി ഇൻസേർട്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒരൊറ്റ എൻഡിൽ നിന്നാണ്. പക്ഷേ ഓട്ടോറിക്ഷയും കുട്ടികളും പോകുന്ന അങ്ങനെയാണ്. ഒരാൾ വരുന്നത് ബാക്കിലാണ്, ഒരാൾ തിരിച്ച് അവിടെ നിന്ന് പോകുന്നത് എവിടെ നിന്നാണ്? ഫ്രണ്ടിൽ നിന്നാണ് അല്ലേ? അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ? അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റം വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ പഠിക്കുക എന്താണ് ഡാറ്റ സ്ട്രക്ചർ? DS എന്ന് പറയാം. ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പെർട്ടിക്കുലർ ഒരു പ്രത്യേക രീതിയിൽ വേ ഓഫ് ഓർഗനൈസ് ചെയ്യുക. എന്തിനെ? സിമിലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റം. എന്താണ്? സിമിലർ ആയിട്ടുള്ളതോ ഡിസിമിലർ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ലോജിക്കലി റിലേറ്റഡ് എന്താ പറയുക ഡാറ്റ ഐറ്റത്തിന് എന്ത് ചെയ്യുക? ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് എന്താണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്? എങ്ങനെ? ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പ്രോസസ്സ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Okay, അപ്പോൾ data structure not only allow the user to combine various types of data but also allow processing of the group as a single unit. ഡിഫറെൻറ്റ് ടൈപ്പിന് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ചെയ്യാൻ കഴിയുന്നു. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഡാറ്റനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്തിനെ അലോ ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രോസസ് ഓഫ് ദി ഗ്രൂപ്പ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ്. ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ളതോ ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റയെ, ലോജിക്കൽ റിലേറ്റഡ് ഡാറ്റ ഐറ്റത്തിനെ ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് അതിനെന്താക്കുക? ഒരു പ്രോസസ്സ് ആസ് എ സിംഗിൾ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ സ്ട്രക്ചർ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചിത്രമാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഈ ചിത്രം ഓർത്തു വെക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പറയാം നമുക്ക്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ 2 ടൈപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, ഇതിനകത്ത്
സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. എന്താ പറയുക? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ ക്ലാസിഫൈ ചെയ്തിരിക്കും ഇങ്ങനെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. അഗൈൻ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു അറേ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ രണ്ട് തരമുണ്ട്. എന്താണ്? അറേ ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അറേ ആൻഡ് സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ക്ലാസിഫൈഡ് ഇൻ ടു അല്ലെങ്കിൽ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. 2 ടൈപ്പ് ഉണ്ട്, ലീനിയറും നോൺ ലീനിയർ. എന്താണ് ഇത്? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ അറേയും സ്ട്രക്ചറുമാണെങ്കിൽ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്താണ്? ലീനിയറും അതുപോലെ തന്നെ എന്താണ്? നോൺ ലീനിയറുമാണ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഓക്കെ, അപ്പോൾ ഈ ചിത്രം പഠിച്ചു നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ വേയിൽ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റ ഐറ്റത്തിന് എന്ത് ചെയ്യുക? ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുന്ന സംവിധാനത്തെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രോസസ്സർ ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. ഏതാണ്? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെയാണ്? അറേ ആൻഡ് സ്ട്രക്ചർ ആണ്. അറേയും സ്ട്രക്ചറുമാണ്. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്താണ്? ലീനിയർ ടൈപ്പ് ഉണ്ട്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്താണ്? ലീനിയറും നോൺ ലീനിയർ. പഠിച്ചു വെക്കുക. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ലീനിയർ അഗൈൻ ക്ലാസിഫൈ. ലീനിയർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെയാണെന്നാണ്? ഒന്ന് സ്റ്റാക്ക്, അതുപോലെ തന്നെ ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ എന്ന് പറയുന്നത് ട്രീ ഗ്രാഫാണ്. അപ്പോൾ ഈ ചിത്രം പഠിച്ചു വെക്കുക. ലീനിയർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, നോൺ ലീനിയർ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ലീനിയർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ട്രീ ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം അറേയും സ്ട്രക്ചറും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം? അറേ ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലേ? നമ്മളറിയാം നമുക്ക് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അറക്കകത്താണെങ്കിൽ സെയിം ടൈപ്പ് എലമെൻറ്റിനാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അല്ലേ? അതേപോലെ തന്നെ എന്താണ്? സ്ട്രക്ചറിനകത്താണെങ്കിൽ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് വേരിയബിൾസിന് അല്ലെങ്കിൽ ഡാറ്റ എലമെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ വേറെ ഏതെങ്കിലും ഫോമിൽ എന്താണ് പറയുക? കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത്. ശ്രദ്ധിക്കുക, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ വേരിയസ് വേ ടു ഫോം എന്താണ്? കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പല രീതിയിൽ പല ഫോമാറ്റിൽ മാറ്റിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു എന്താണ്? 2 ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അപ്പോൾ എന്താണ് ലീനിയർ എന്നറിയണം, അതുപോലെ തന്നെ എന്താണ് നോൺ ലീനിയർ എന്നറിയണം. അപ്പോൾ ഒരു ഡാറ്റ സ്ട്രക്ചർ സെറ്റ് ടു ബി ലീനിയർ നോർത്ത് വെക്കുക. എ ഡാറ്റ സ്ട്രക്ചർ സെറ്റ് ടു ബി അല്ലെങ്കിൽ ഈ സെറ്റ് ടു ബി ലീനിയർ ഇറ്റ്സ് ദ എലമെന്റ് ഫ്രോം എ സീക്വൻസ്. അതായത് ആ എലമെന്റ് ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും, ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട്. അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? നോൺ ലീനിയറും ഉണ്ട്, ലീനിയറും ഉണ്ട്. അപ്പോൾ ഒരു ഡാറ്റ സ്ട്രക്ചർ ലീനിയർ ആണെന്ന് പറയണമെങ്കിൽ അതിനകത്തുള്ള എലമെന്റ് എങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്? ഒരു സീക്വൻസ് ഫോം ചെയ്യണം. ദ എലമെന്റ്സ് ഓഫ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ മീൻസ് ഓഫ് സീക്വൻഷ്യൽ മെമ്മറി. അതായത് സീക്വൻഷ്യൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെയുള്ള അലൊക്കേഷൻ ആയിരിക്കും. ഒരു ഡാറ്റ സ്ട്രക്ചർ സെറ്റ് ടു ബി നോൺ ലീനിയർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തില്ല? ഇറ്റ്സ് നോട്ട് ഫ്രോം എനി സീക്വൻഷ്യൽ മെമ്മറി. അതായത് ഗ്രാഫൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ട്രീ ഒക്കെ എങ്ങനെയാണ്? അതിന് പ്രത്യേക സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് എന്താണ്? പ്രത്യേക സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന നോൺ ലീനിയർ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള സീക്വൻഷ്യൽ മെമ്മറി എന്ത് ചെയ്യുന്നില്ല? മെമ്മറി സീക്വൻഷ്യൽ ആയിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഡാറ്റ സ്ട്രക്ചർ നോൺ ലീനിയർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഒരു ഫോമും എന്തുണ്ടാവില്ല? ഡു നോട്ട് ഫോം എനി സീക്വൻഷ്യൽ മെമ്മറി. ഒരു തരത്തിലുള്ള സീക്വൻഷ്യൽ മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? കീപ്പ് ചെയ്യില്ല. അതായത് ഒന്നിന് പുറകെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഫോം ഉണ്ടാവില്ല. അതാണ് ട്രീയും ഗ്രാഫൊക്കെ. അതാണ്. അപ്പോൾ 2 ടൈപ്പ്, അതായത് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും ഉണ്ട്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറുണ്ട്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അറേയും എന്താണ്? സ്ട്രക്ചറുമാണ്. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ 2ആയിട്ട് വീണ്ടും തരംതിരിച്ചിരിക്കുന്നു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ എലമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു സീക്വൻഷ്യൽ മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ടാവും? കീപ്പ് ചെയ്യും അല്ലെങ്കിൽ ഫോം ചെയ്യും. അത് നോൺ ലീനിയറിനകത്ത് അങ്ങനെ സീക്വൻഷ്യൽ മെമ്മറി ഒന്നും ഫോം ചെയ്യുന്നില്ല. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ലീനിയർ. നോൺ ലീനിയറിനകത്ത് എന്താ പറയുന്നത്? ട്രീ ഗ്രാഫ് ആണെന്ത്? നോൺ ലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിന് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രാഫും ട്രീയും നമ്മൾ പിന്നീട് നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലും
ഹയർ സ്റ്റഡീസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഓരോ മറ്റേ ഡാറ്റ സ്ട്രക്ചറും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹയർ ക്ലാസ്സിനകത്ത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ പഠിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനകത്ത് അറേയും സ്ട്രക്ചറും. ഈ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത്. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ 2 ടൈപ്പാണ്. ഏതാണ്? ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ എന്ന് പറയാം, ഒരു ഡാറ്റ സ്ട്രക്ചർ ലീനിയർ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ എലമെന്റ്സ് ഒരു സീക്വൻഷ്യൽ മെമ്മറി ഫോം ചെയ്യും. നോൺ ലീനിയർ പറഞ്ഞാൽ എന്താണ്, എലമെന്റ്സ് അങ്ങനെ പ്രത്യേക സീക്വൻഷ്യൽ മെമ്മറി ഒന്നും ഫോം ചെയ്യുന്നില്ല. ലീനിയറിനകത്താണ് എന്ത്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയറിനകത്ത് എന്താണ്, ഗ്രാഫും ട്രീയുമാണ് എന്ത്, നോൺ ലീനിയറിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ മെമ്മറിയുടെ അടിസ്ഥാനത്തിൽ. കാരണം അറിയാം, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയുമായിട്ട് എന്ത് ചെയ്തെടുക്കുന്നു, വളരെ റിലേറ്റഡ് ആയിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ മെമ്മറി അലോക്കേഷനുമായി ബന്ധപ്പെട്ട് എന്താണ്, മെമ്മറി അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്തിരിക്കുന്നു, 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറും ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറും. എന്താണ്, 2ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, തരംതിരിച്ചിരിക്കുന്നു. എന്താണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അതായത് മെമ്മറിയുടെ അടിസ്ഥാനത്തിൽ എന്താണ്, ഡിപ്പെൻഡിങ് അപ്പോൺ മെമ്മറി അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്തിരിക്കുന്നു, 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് എന്താണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് എന്താണ്, ഡൈനാമിക്. അടുത്ത എന്താണ്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ട് കിടക്കുകയാണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്തുമായി റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്, പ്രൈമറി മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൺലി അസോസിയേറ്റഡ് വിത്ത് പ്രൈമറി മെമ്മറി. അതായത് മെമ്മറി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിഫോർ എക്സിക്യൂഷന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പേസ് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്തിരിക്കണം. അതാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ആ സ്പേസ് എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് സൈസ് ആയിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യില്ല, കൂടുകയോ കുറയുകയോ ഒന്നും എന്ത് ചെയ്യില്ല. അപ്പോൾ ആ പ്രോഗ്രാം എക്സിക്യൂഷന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇത് പറഞ്ഞിരിക്കണം. മനസ്സിലാവുണ്ടോ? ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ സ്പെസിഫൈഡ് ഡ്യൂറിങ് ദ ഡിസൈൻ ആൻഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ഇൻ ലേറ്റർ എന്നാണ്. ഒരിക്കലും എന്താവില്ല, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറിനെയാണ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻ ഓർ ഇംപ്ലിമെന്റഡ് യൂസിങ് അറേസ് ആൻഡ് സ്റ്റാറ്റിക് നാച്ചർ. അറേ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്താണ്, സ്റ്റാറ്റിക് നാച്ചർ ആണ്. ഫോർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ, അടുത്തെന്താണ്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ഏത് മെമ്മറിയുമായിട്ടാണ്, അത് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ആണ്. മറ്റേത് ബിഫോർ. സ്റ്റാറ്റിക് പറയുന്നത് എന്താണ്, ബിഫോർ ദ എക്സിക്യൂഷൻ ആണ്. ഡൈനാമിക് പറയുന്നത് എന്താണ്, ഡ്യൂറിങ് ദ എക്സിക്യൂഷനിലാണ് ചെയ്യേണ്ടത്, ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെന്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക, എന്തുപയോഗിച്ചിട്ടാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ദ സൈസ് ഓഫ് ദി കളക്ഷൻ വിൽ നോട്ട് സ്പെസിഫൈഡ് ഇൻ അഡ്വാൻസ്. അതിൻ്റെ സൈസ് എത്ര, മറ്റേത് സൈസ് മുൻകൂട്ടി പറയണം നമ്മൾ. പക്ഷേ ഈ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ സൈസ് നമ്മൾ മുൻകൂട്ടി പറയേണ്ടതില്ല. വേണമെങ്കിൽ സൈസ് കൂടാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറയാം. അതാണ്, അതായത് ഇത് സെക്കൻഡറി മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഡ്യൂറിങ് ദ റൺ ടൈമിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് ബിഫോർ ദ എക്സിക്യൂഷൻ ആണ്. അപ്പം മേ ബി ഇതിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസ് എന്ത് ചെയ്യാം, കൂടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷ്രിങ്ക് ചെയ്യാം, കുറയാം എന്നുള്ളതാണ്. അതാണ് ഇതിനെ ഗ്രോ ഓർ ഷ്രിങ്ക് ഡ്യൂറിങ് റൺ ടൈം എന്നാണ്. അതായത് ഈ പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ, അതായത് ഡൈനാമിക് ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് കൂടുകയോ കുറയുകയോ എന്ത് ചെയ്യുക, റൺ ടൈമിനകത്ത് കൂടുകയോ കുറയുകയോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ എന്താണ് ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റം വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരുപോലെയുള്ളതോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റത്തിന് എന്ത് ചെയ്യുക, ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുക, ഫോർമേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചർ 2ആയി തരംതിരിച്ചിരിക്കുന്നു, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അറേ ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഏതാണെന്ന് വെച്ചാൽ ലീനിയർ ഓർ നോൺ ലീനിയർ ആണ്. ലീനിയർ എന്ന് പറയാൻ കാരണം അതെന്ത് ചെയ്തിരിക്കുന്നു, ഒരു സീക്വൻഷ്യൽ ഓർഡർ, മെമ്മറി അലോക്കേഷൻ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫോം ചെയ്യുന്നതിനെ ലീനിയർ എന്നും, അതേപോലെ തന്നെ എന്താണ്, അങ്ങനെ പ്രത്യേക സീക്വൻഷ്യൽ ഓർഡർ ഒന്നും ഇല്ലാത്തതിനെ നോൺ ലീനിയർ എന്ന് പറയുന്നു. ലീനിയർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. നോൺ ലീനിയർ ഏതാണ്, ട്രീ ആൻഡ് ഗ്രാഫ് ആണ്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ മെമ്മറി അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഡാറ്റ സ്ട്രക്ചർ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എന്താണ്? സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ഓൺലി അസോസിയേറ്റഡ് വിത്ത് പ്രൈമറി മെമ്മറി. ഡൈനാമിക് എന്തായിരിക്കും അപ്പോൾ സെക്കൻഡറി മെമ്മറിയുമായിട്ടാണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. അതിൻ്റെ സൈസ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയണം. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ റൺ ടൈം ആണ്. എക്സിക്യൂഷൻ ഡ്യൂറിങ് ദ റൺ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ റൺ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു, അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. അതിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അറിയണമെന്നില്ല. അത് മേ ബി കൂടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കുറയാം. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേഷൻ ഓൺ ഡാറ്റ സ്ട്രക്ചറാണ് നമുക്ക് പറയാനുള്ളത്. ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ അതുകൂടി നമുക്ക് പറയാം. എന്തൊക്കെ അപ്പോൾ ഇത് ചോദിക്കുന്നതാണ്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ മേലെ ഉണ്ടാകുന്ന ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. മനസ്സിലായല്ലോ? എന്തൊക്കെ ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചറിൻ്റെ മേലെ നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഡിഫറെൻറ്റ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഒന്ന് ട്രാവേഴ്സിംഗ് ആണ്. എന്താണ് പറയുക? ട്രാവേഴ്സിംഗ് ആണ്. രണ്ടാമത്തെ എന്താണ്? സെർച്ച്. ഇത് പഠിച്ചു വെക്കണം. സെർച്ചിങ് ആണ്. അതുപോലെ തന്നെ എന്താണ്? മൂന്നാമത്തെ എന്താണ്? ഇൻസേർട്ടിംഗ് ആണ്. ഡിലീറ്റിംഗ്, സോർട്ടിംഗ് ആൻഡ് മെർജിങ്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്പറേഷൻസ്? ട്രാവേഴ്സൽ എന്ന് പറയുന്നു, സെർച്ചിങ് പറയുന്നു, ഇൻസേർട്ടിംഗ് പറയുന്നു, ഡിലീറ്റിംഗ് പറയുന്നു, സോർട്ടിംഗ് പറയുന്നു, മെർജിങ് പറയുന്നു. ട്രാവേഴ്സിംഗ് എന്നാൽ നമ്മൾ അറേയുടെ കേസിനകത്ത് നമ്മൾ പഠിച്ചാണ്. വിസിറ്റിംഗ് ഓൾ എലമെന്റ്, അല്ലേ? എല്ലാ എലമെന്റിനെ, ഈച്ച് എലമെന്റിനെ ഓൺലി ഒരു വട്ടമെങ്കിലും എല്ലാ എലമെന്റിനെയും വിസിറ്റ് ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സിംഗ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ പഠിക്കുക. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക. ട്രാവേഴ്സിംഗ് ഈസ് എൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ഈച്ച് എലമെന്റ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് വിസിറ്റഡ്. ഒരു തവണയെങ്കിലും ആ ഡാറ്റ സ്ട്രക്ചറിനകത്തെ എലമെൻറ്റുകളെ എന്ത് ചെയ്യുക? വിസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽ പ്രൊസീഡ് ഫ്രം ദി ഫസ്റ്റത്തെ എലമെൻറ്റ് മുതൽ എവിടം വരെ? ലാസ്റ്റ് എലമെൻറ്റ് വരെ എന്ത് ചെയ്യുക? ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, റീഡ് ചെയ്യുക. ആ ഒരു അറേനെ റീഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അത് ട്രാവേഴ്സൽ. അപ്പോൾ എന്താണ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റിംഗ് ഈച്ച് എലമെൻറ്റിൻ്റെ അറേ, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനകത്ത്, ഡാറ്റ സ്ട്രക്ചറിനകത്തുള്ള ഡാറ്റ സ്ട്രക്ചർ എന്താവും? അറേ ആവാം, ലിങ്ക് ലിസ്റ്റ് ആവാം, സ്ട്രക്ചർ ആവാം, എല്ലാ എലമെൻറ്റിനെയും ഒരു തവണ എങ്കിലും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദി ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ് ഇൻ ദി ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിനകത്തെ ഒരു എലമെന്റിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദി ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിനകത്തെ ഒരു പ്രത്യേക ഡാറ്റയുടെ ലൊക്കേഷൻ എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? സെർച്ചിങ് എന്ന്. അപ്പോൾ സെർച്ചിങ് മേ ഓൾസോ ബി പ്രോസസ് ടു ഫൈൻഡിങ് എ ലൊക്കേഷൻ ഓഫ് എ ഓൾ എലമെന്റ് സാറ്റിസ്ഫൈങ് വൺ ഓർ മോർ കണ്ടീഷൻ. ഓരോ കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും. ഇൻ അതർ വേർഡ്, സെർച്ചിങ് ഇംപ്ലൈ ആക്സസിങ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ. മേ ബി ഇന്ന ലൊക്കേഷനിൽ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. എന്താണ്? നമ്മളത് ആ സെർച്ചിങ് ഒക്കെ ടെക്നിക്കൊക്കെ +1 നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സെർച്ചിങ് എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡിങ് ദി ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെന്റ് ഇൻ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനകത്ത് ഒരു പെർട്ടിക്കുലർ എലമെന്റ് എവിടെയാണെന്ന് എന്ത് ചെയ്യുക? സെർച്ച്, അല്ലെങ്കിൽ എലമെന്റിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇൻസേർട്ടിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. ഇൻസേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ പ്ലേസിനകത്ത്, ഡാറ്റ സ്ട്രക്ചറിനകത്ത് ഒരു പെർട്ടിക്കുലർ പ്ലേസിനകത്ത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസേർട്ടിംഗ് എന്ന് പറയുന്നത്. വേർ ദ എലമെന്റ് ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ ആർ ബി പെർട്ടിക്കുലർ ഓർഡർ, അല്ലേ? പൊസിഷൻ മേ നീഡ് ടു ബി ഐഡന്റിഫൈഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇൻസേർഷൻ ടു ബി ഡൺ. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ചില ഓർഡറിലായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് പൊസിഷൻ ഉള്ളത്, അവിടെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? അതിനെ സ്റ്റോർ ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ഐറ്റത്തിനെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. ഒരു പുതിയ ഡാറ്റ എലമെൻറ്റിനെ ഡാറ്റ സ്ട്രക്ചറിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ഇൻസേർട്ടിങ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മേ ബി ചില എന്താ പറയുക, പെർട്ടിക്കുലർ ഓർഡറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് എവിടെയാണ് അത് എന്ത് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും.
ഓക്കെ, ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിലീഷൻ എന്താണ്? ഡിലീഷൻ അല്ലെങ്കിൽ ഡിലീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്ത പോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈസ് റിമൂവ്ഡ് ഫ്രം ദി ഡാറ്റ സ്ട്രക്ചർ. ആ ഡാറ്റ സ്ട്രക്ചറിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും? പെർട്ടിക്കുലർ എലമെൻറ്റ് എന്ത് ചെയ്യേണ്ടി വരും? റിമൂവ് ചെയ്യേണ്ടി വരും. ഡിലീഷൻ ഈസ് ദ പെർഫോംഡ് എയ്തർ ബൈ എന്താണ് മെൻഷനിങ് ദ എലമെൻറ്റ് ഇറ്റ് സെൽഫ് ഓർ ബൈ സ്പെസിഫിങ് ഇറ്റ്സ് പൊസിഷൻ. ഒന്നുമില്ല ആ എലമെൻറ്റ് ഇപ്പോൾ 12 എന്നുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിലീഷൻ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുമില്ല 0 1 2 3 എന്നുള്ള, അപ്പോൾ 2th പൊസിഷനിലുള്ള എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 23 എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റിംഗ് എന്ന് പറയുന്നത് റിമൂവിങ് ആൻ എലമെൻറ്റ് ഫ്രം ദി ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിനകത്ത് ഒരു എലമെൻറ്റ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറേനൊക്കെ നമ്മൾ സോർട്ട് ചെയ്താണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓർഡറിനകത്ത്, അല്ലേ? നമുക്ക് ബബിൾ സോർട്ട് ഉണ്ട്, സെലക്ഷൻ സോർട്ട് ഉണ്ട്, അല്ലേ? അറേഞ്ചിങ് ദ എലമെന്റ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അപ്പോൾ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ചിങ് ദ എലമെന്റ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. പഠിച്ചു വെക്കുക, അറേഞ്ചിങ് ദ എലമെന്റ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അതിനെയാണ് എന്ത് പറയുന്നത്? സോർട്ടിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അറേഞ്ചിങ് ഇൻ എ എലമെന്റ് സ്പെസിഫിക് ഓർഡർ, ഐദർ അസെൻഡിങ് ഓർഡർ ആയിരിക്കാം, ഡിസെൻഡിങ് ഓർഡർ ആയിരിക്കാം. സോർട്ടിംഗ് ഓഫ് എലമെന്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ മേക്ക് സെർച്ചിങ് ഫാസ്റ്റർ. സോർട്ട് ചെയ്തൊരു ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ സെർച്ചിങ് എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോർട്ടിങ് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് പറയുന്നത് മെർജിങ് ആണ്. മെർജിങ് എന്ന് പറയുന്നത് എന്താണ്? കമ്പൈനിങ് എലമെന്റ് ഓഫ് 2 സോർട്ടഡ് ഡാറ്റ സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് ന്യൂ വൺ. അതായത് എന്താ പറഞ്ഞത്? ഒരു 2 ഡാറ്റ സ്ട്രക്ചറിനകത്ത് സോർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്? കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അതിന് കമ്പൈൻ ചെയ്ത് ഒന്നാക്കുക. 2 ഡാറ്റ സ്ട്രക്ചറിനെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്നാക്കുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? merging. But the simplest form of merging is joining of the element of the both data structure into a third empty data structure. അതായത് ഒരു 2 ഡാറ്റ സ്ട്രക്ചറിനെയും കൂടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്? മൂന്നാമതൊരു എംപ്റ്റി ഡാറ്റ സ്ട്രക്ചറിനകത്തേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2നും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച് മൂന്നാമതൊരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? അപ്പോൾ ഇൻ ദി കേസ് an array first copy all the element of one array into third empty array and append the all element of the other array to the തേർഡ് അറേ. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഒരു അറക്കകത്തുള്ള എലമെൻറ്റിനെ നമ്മളൊരു ഇപ്പോൾ 2 അറേ ഉണ്ടെങ്കിൽ ഈ അറക്കകത്തുള്ള എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു അറക്കകത്ത് കൊടുക്കുന്നു, എന്നിട്ട് ഈ അറയുടെ ബാക്കിയുള്ള ഇവിടെ അപ്പൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡാറ്റ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ചിങ്, സോർട്ടിങ് ആൻഡ് മെർജിങ് ആർ 3 റിലേറ്റഡ് ഓപ്പറേഷൻ വിച്ച് മേക്ക് ദ ജോബ് ഓഫ് റിട്രീവൽ ഓഫ് ഡാറ്റ ഫ്രം ദി സ്റ്റോറേജ് ഡിവൈസ് ഈസിയർ, ഫാസ്റ്റർ ആൻഡ് എഫിഷ്യൻറ്റ്. അതായത് നമുക്ക് ഈ സെർച്ചിങ്ങും സോർട്ടിങ്ങും മെർജിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡാറ്റ സ്ട്രക്ചറിൽ നിന്നും ഡാറ്റ, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസിൽ നിന്നും ഡാറ്റനെ എന്താണ് വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെയാണ് പറഞ്ഞത്? ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റിനെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക പൊസിഷൻ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻസേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിലീഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇത് പറയുന്നത്. സോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഓർഡറിനകത്ത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോർട്ടിംഗ് എന്ന് പറയുന്നത്. അസെൻഡിങ് ഓർഡർ ഉണ്ട്, ഡിസെൻഡിങ് ഓർഡർ ഉണ്ട്. സോർട്ട് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഓപ്പറേഷൻ എന്തായിരിക്കും? വളരെയധികം എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും സെർച്ചിങ് ഒക്കെ. മെർജിങ് എന്ന് പറയുന്നത് കമ്പൈനിങ് ദ എലമെൻറ്റ് ടു, അല്ലേ, സോർട്ടഡ് ഡാറ്റ സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് ന്യൂ വൺ, അല്ലേ, 2 എണ്ണത്തിനെ ഒന്നാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചറുകളാണ്. സ്റ്റാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂ ഉണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്, അൽഗോരിതംസ് ഉണ്ട്. നമുക്കത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അതോടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും? തീരും. സ്റ്റാക്കും ക്യൂ ലിങ്ക്ഡ് ലിസ്റ്റും പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ തീരും. അപ്പോൾ 2 ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇതിനകത്ത് കുറേ അൽഗോരിതംസ് പറയാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ.